ഹായ് ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പ്രൊമോയിലേക്ക് സ്വാഗതം. കാർ കൈവിട്ട് കളഞ്ഞതിൻ്റെ സങ്കടത്തിൽ സച്ചി മദ്യപിച്ചതാണ് വീട്ടിലേക്ക് വരുന്നത്. മദ്യപിച്ച് വീട്ടിലെത്തിയ സച്ചി രേവതിയുമായി വഴക്കുകൂടി നിലത്ത് പായ വിരിച്ചാണ് കിടന്നുറങ്ങുന്നത്. സച്ചി രേവതിയോട് ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ്. രേവതി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് സച്ചി ഒരിക്കലും വിശ്വസിക്കുന്നില്ല. രേവതിയുമായി പിരിഞ്ഞു കഴിയാൻ തന്നെയാണ് സച്ചിയുടെ തീരുമാനം. അച്ഛൻ ഹോസ്പിറ്റലിലായതിൻ്റെ കാരണം ഇപ്പോഴും രേവതി തന്നെയാണെന്നാണ് സച്ചി വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സച്ചി രേവതിയോട് പറയുന്നതും. നീ കാരണമാണ് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലായത്, രോഗിയായതാണ് എന്നൊക്കെ പറഞ്ഞാണ് സച്ചി വഴക്കു കൂടിയിരിക്കുന്നത്. നാളത്തെ പ്രൊമോയിൽ നമുക്ക് കാണാം, രേവതി സച്ചിയുടെ ഈ അകൽച്ചയിൽ വളരെ വിഷമത്തിലാണ്. വീട്ടിൽ നിന്നും രേവതിയുടെ അമ്മ വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സച്ചിയുമായി പിണക്കമെല്ലാം മാറിയോ എന്തായി എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. രേവതി പറഞ്ഞു സച്ചിയും അച്ഛനും എല്ലാം സന്തോഷത്തിലാണ്, നല്ലതുപോലെ തന്നെയാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിച്ച് വിടുന്നുണ്ട്. രേവതി അമ്മ വിഷമിക്കണ്ട എന്ന് കരുതി അമ്മയെ സമാധാനിപ്പിക്കാനായി പറഞ്ഞതാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതിനുശേഷം ചന്ദ്ര രേവതിയോട് പറയുന്നുണ്ട്, ഇങ്ങനെ നിനക്കിവിടെ നിൽക്കാനാകില്ല, ഇത്രയും പെട്ടെന്ന് തന്നെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്താകുമെന്ന് അമ്മ പറയുന്നു. ചന്ദ്രയ്ക്ക് ഇപ്പോഴും രേവതിയെ പുറത്താക്കണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം, ശ്രുതിയുടെ ശത്രു വീട്ടിലെത്തിയിരിക്കുകയാണ്. ശ്രുതിയുടെ എല്ലാ രഹസ്യങ്ങളും അയാൾക്കറിയാം. ശ്രുതി അയാളെ കണ്ട് ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്.